ശബരിമല തന്ത്രിയായി ആരെ വെക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ തർക്കം നടക്കുകയാണ്. ശബരിമല തന്ത്രിയെ താഴമൺ കുടുംബത്തിൻ്റെ അവകാശമാണ് എന്നൊരു വാദമുണ്ട്. താഴമൺ കുടുംബത്തെ രാജാവിൻ്റെ കാലത്ത് അന്യസംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്നതാണെന്നും അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് തായ് വഴി അല്ലെങ്കിൽ പരമ്പരാഗത വഴിയിലൂടെ പാരമ്പര്യത്തിലൂടെ എല്ലാ കാലവും ശബരിമലയുടെ താന്ത്രിക സ്ഥാനം തന്ത്രിസ്ഥാനം താഴ്മൺ കുടുംബത്തിന് അവകാശപ്പെട്ടതാണെന്നും എന്നൊരു വാദമുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാജീവ് കണ്ഠരരുവാണ് ഇപ്പോഴത്തെ അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന തന്ത്രി, ഇപ്പം മറ്റ് പുതിയ തന്ത്രിയാണ്. രാജീവ് കണ്ഠരരുവിൻ്റെ മകനെ തന്ത്രിയാക്കണം എന്നാണ് പുതിയ ഡിമാൻഡ്. ഇതൊരു വലിയ വിഷയമാണ്. ഹിന്ദു സമാജത്തെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യവും തായ് വഴിയും തന്ത വഴിയും മരുമക്കൾ വഴിയൊക്കെ കാലം കഴിഞ്ഞു. നമുക്ക് വേണ്ടത് താന്ത്രിക വിദ്യകൾ നന്നായി പഠിച്ചിട്ടുള്ള, താന്ത്രിക വിദ്യകൾ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള തന്ത്രിമാരെയാണ്. അത് മകനാണോ അച്ഛനാണോ ചിറ്റപ്പനാണോ അപ്പൂപ്പനാണോ എന്നുള്ളതൊന്നും നമുക്ക് വിഷയമാവരുത്. നമുക്ക് വിഷയമാകേണ്ടത് താന്ത്രിക വിദ്യ നന്നായി പഠിച്ചിട്ടുള്ള ആൾ. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ക്രീനിങ്ങിലൂടെ വേണം ശബരിമലയിലെ ആകട്ടെ മറ്റ് സ്ഥലങ്ങളിലെയും തന്ത്രികളെ വയ്ക്കേണ്ടത്. കാരണം തന്ത്രികളാണ് ദൈവം കഴിഞ്ഞാൽ ദേവവാക്യത്തിൽ ദൈവവചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതും ദേവന്റെ അഭീഷ്ടവും ഇഷ്ടവും ഇഷ്ടക്കേടുകളും തീരുമാനിക്കുന്നതും പറയുന്നതും ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ഒരു പ്രതിഷ്ഠ നടത്തേണ്ടതെന്നും ആ ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും പൂജാതി കർമ്മങ്ങൾ എന്താണെന്നും മുഴുവൻ പറയുന്നത് തന്ത്രിയാണ്. തന്ത്രിയുടെ ആജ്ഞാനുവർത്തിയായിട്ടാണ്, അല്ലെങ്കിൽ തന്ത്രിയാണ് പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നത്. ആ പ്രാണപ്രതിഷ്ഠയുടെ തന്ത്രി പറഞ്ഞു കൊടുക്കുന്ന മൂലമന്ത്രം അനുസരിച്ചാണ് പോറ്റി അവിടെ പൂജ നടത്തുന്നത്. അതൊക്കെ രഹസ്യമായ കാര്യങ്ങളുമാണ്. മൂലമന്ത്രം ആരും അങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കാറില്ല. പോറ്റിക്ക് മാത്രം കൊടുക്കുന്നൊരു സംവിധാനമാണ് അത്. അതുപയോഗിച്ച് പോറ്റിമാർക്ക് മാത്രം, പ്രത്യേകിച്ച് മേൽശാന്തിമാർക്ക്, കീഴ്ശാന്തിക്ക് പോലും ചിലപ്പോൾ മൂലമന്ത്രം അറിയണമെന്നില്ല. അങ്ങനെ ചിലയിടത്ത് പറയുമായിരിക്കാം. അങ്ങനെയുള്ള സംവിധാനത്തിൽ നിൽക്കുന്ന വളരെ പവിത്രമായും സുതാര്യമായും ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഈ തന്ത്രികളുടെ പരിപാടി. താന്ത്രിക വിദ്യയുണ്ട്, താന്ത്രിക പുസ്തകങ്ങളുണ്ട്, ഇപ്പോൾ എല്ലാം പഠിക്കാൻ സൗകര്യങ്ങളുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതൊക്കെ പഠിച്ചവരാണോ പണ്ടൊരു തന്ത്രിയെ, അതായത് ഈ രാജീവ് കണ്ഠരരുടെ കുടുംബത്തിൽ പെണ്ണതിട്ട മറ്റൊരു തന്ത്രിയെ, ഞാൻ പേരുകൾ പറയുന്നില്ല കാരണം അവരൊക്കെ വലിയ കുടുംബക്കാരാണ്, അവർ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ്, അവരെയൊക്കെ പേര് പറഞ്ഞ് ചീത്തയാക്കുന്നത് ശരിയല്ല. ഞാനൊരു ക്ലാസിക്കലും ഇത് എക്സാമ്പിളിന് വേണ്ടി ഒരാളിൻ്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. രാജീവ് കണ്ഠരരുടെ അതിനു മുമ്പ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ ഗായത്രി മന്ത്രം പറയാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞ് വലിയ വിവാദമായി. അവിടെ അഴിമതി നടത്തി അദ്ദേഹത്തെ പിടിച്ച ജഡ്ജി, അന്വേഷണ കമ്മീഷൻ വെച്ച ജസ്റ്റിസ് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ ഗായത്രി മന്ത്രത്തിൻ്റെ 4 വരി പറയാൻ പറഞ്ഞപ്പോൾ അതുപോലും അറിയില്ല. അപ്പോൾ ഗായത്രി മന്ത്രത്തിൻ്റെ 4 വരി പോലും അറിയാത്ത ഒരാളിന് തന്ത്രിയാകാൻ പറ്റുമോ? ശരിക്കും പറ്റും. തന്ത്രിക്ക് ഗായത്രി മന്ത്രം അറിയണമെന്നില്ല. പക്ഷേ സംസ്കൃതത്തിൻ്റെയും ഈ പൂജയുടെയൊക്കെ ബാലപാഠമായിട്ടുള്ള, ഈ ആത്മീയ കാര്യങ്ങളുടെ ബാലപാഠമായിട്ടുള്ള ഗായത്രി മന്ത്രം എന്ന് പറയുന്ന 4 വരി അല്ലെങ്കിൽ 8 വരി അറിഞ്ഞില്ലയോ എന്ന് ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുപോലും അറിയാത്ത തന്ത്രിമാർ, ഞാൻ പറഞ്ഞു തന്ത്രിയാകണമെങ്കിൽ അത് അറിയണമെന്നില്ല, പൂജാതി കർമ്മങ്ങൾ അറിഞ്ഞാൽ മതി, ഗായത്രി മന്ത്രം അറിയണമെന്നില്ല. പക്ഷേ വളരെ ബാലപാഠമാണല്ലോ. അതുപോലും അറിയാന്നിട്ട, സംസ്കൃതം അറിയാത്ത, പിന്നെ ഗായത്രി മന്ത്രം അറിയാത്ത, താന്ത്രിക വിദ്യകൾ അറിയാത്ത, താന്ത്രിക പൂജകൾ അറിയാത്ത തന്ത്രിമാർ വന്നത് കൊണ്ടൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ശബരിമല തന്ത്രിയെ തീരുമാനിക്കുന്നതിന് താഴമൺ കുടുംബം എന്ന് പറയുന്ന പാരമ്പര്യ അവകാശത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനി അതിനൊരു കാര്യവുമില്ല. കാരണം ശബരിമലയിൽ ഇത്രമാത്രം കൊള്ള നടന്നപ്പോൾ ആ കുടുംബവും ആ കുടുംബത്തിലെ രാജീവ് കണ്ഠരരു, അല്ലെ കണ്ഠരരു രാജീവ് എന്ന് പറയുന്ന അദ്ദേഹമൊക്കെ എവിടെ പോയിരുന്നു എന്ന് ഹിന്ദു സമാജത്തിനും ഹിന്ദുക്കൾക്കും അറിയാനും പൊതുസമൂഹത്തിനും അറിയാൻ താല്പര്യമുണ്ട്. ഒരു കാരണവശാലും ശബരിമലയിലെ അവരുടെ ഒരു തായ് വഴി അല്ലെങ്കിൽ പിൻവഴി അല്ലെങ്കിൽ പാരമ്പര്യ വഴി എന്ന് പറഞ്ഞ് ആളെ വയ്ക്കരുത്. പകരം ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതിനർഹതയുള്ള ആളുകളെ വേണം വയ്ക്കാൻ. അത് ഏത് കുടുംബത്തിൽ നിന്നായാലും കുഴപ്പമില്ല. ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലെയുള്ള BJPയുടെ വലിയ വക്താക്കളും പഴയ MLA ആയിട്ടൊക്കെ മത്സരിച്ചതും കോൺഗ്രസിൽ നിന്നും PSC ചെയർമാനൊക്കെ ആയിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലെയുള്ള ഒരുപാട് വലിയ വലിയ ടീമുകളൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ശബരിമല തന്ത്രിയായി
രാജീവ് കണ്ഠരരുവിനെയോ തുടരാനോ മകനെ തുടരാനോ അനുവദിക്കാൻ പറ്റില്ല. രാജീവ് കണ്ഠരരു കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡിന്. മകനെ വയ്ക്കണമെന്ന് ഒരു കാരണവശാലും അത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. താഴമൻ കുടുംബത്തിന് തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് വളരെ പവിത്രമായി നോക്കേണ്ടുന്ന ഒരു പദവിയായിരുന്നു. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ വലിയ രീതിയിൽ 3 വർഷം ഭജനം ഇരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പഴയ താഴ്മൺ കുടുംബത്തിലെ പഴയ ആളുകൾ, പഴയ തലമുറയിൽപ്പെട്ടവർ അങ്ങനെ അവിടെ 3 വർഷം ഈ ഇരുന്ന് ഭജനം ചൊല്ലുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ഭക്തിയോടുകൂടി അല്ലെങ്കിൽ വളരെ വലിയ വ്രതശുദ്ധിയോടുകൂടിയൊക്കെയാണ് തന്ത്രിമാരായിട്ടുള്ളത്. പക്ഷേ ഈ കാലം മാറിയപ്പോൾ എല്ലായിടത്തും കോലം കെട്ടുന്നിടമായി തന്ത്രിമാരും കോലം കെട്ടി. പിന്നെ അവർ അഴിമതിക്കാരായി, കാശുകാരായി, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ബിനാമികളെ വെച്ചുകൊണ്ട് പണം പിടുങ്ങലായി, വേണ്ട കുഴപ്പമായി. വാജീവാഹനം വീട്ടിൽ കൊണ്ടുപോകലായി, വേണ്ട വിഷയമായി. അതുകൊണ്ട് ഒരു കാരണവശാലും ശബരിമല തന്ത്രിയെ അങ്ങനെ തന്നെ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. അതിനൊരു കൃത്യമായ മാനദണ്ഡം ഉണ്ടാകണം. അത് താഴമൺ കുടുംബത്തിൽ നിന്ന് വേണോ മറ്റു കുടുംബത്തിൽ നിന്ന് വേണോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. കാരണം ഇപ്പോൾ താഴമൺ കുടുംബത്തിൽ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് എല്ലാ കുട്ടികളും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ആ കുഞ്ഞിന് ഉടനെ തന്നെ ശബരിമലയിൽ തന്ത്രിയാക്കിക്കൊള്ളണമെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഒരു കാരണവശാലും പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ മറ്റ് വിദ്യാഭ്യാസം നേടിയവർ താന്ത്രിക വിദ്യ പഠിച്ച് അതിനുവേണ്ടി ജീവിക്കുന്ന, താന്ത്രിക വിദ്യ മാത്രം കൊണ്ട് ജീവിക്കുന്ന, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചിട്ടുള്ള നൂറുകണക്കിന് തന്ത്രിമാരുണ്ട്. അവരിൽ നിന്നും ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള തന്ത്രിയെ തിരഞ്ഞെടുക്കണം ശബരിമലയിലേക്ക്. അതല്ലാതെ ഇവിടെ ജനിച്ചു എന്ന് വിചാരിച്ച് മറ്റ് വിദ്യാഭ്യാസവും എഞ്ചിനീയറോ ഡോക്ടറോ മറ്റ് വിദ്യാഭ്യാസ പരിപാടികളിലേക്കൊക്കെ പോയി ഇവിടെ ജനിച്ചു എന്നുള്ള ഉപനയനം നടത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇത് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുക്കരുത് എന്നാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിൽ ഇത് സംബന്ധമായ നല്ല സമ്മർദ്ദം പല വഴിക്കും കൊടുക്കാനും കൊടുക്കാതിരിക്കാനുമുണ്ട്. എന്തായാലും താഴ്മൺ കുടുംബം എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ശബരിമലയിൽ അയ്യപ്പന് പൂജ നടത്താൻ വളരെ കൃത്യമായി താന്ത്രിക വിദ്യകൾ അറിയാമുള്ള, തന്ത്ര സമുച്ചയം അറിയാമെന്നുള്ള, താന്ത്രിക് പൂജകൾ അറിയാമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളെയാണ് അവിടെ കൊടുക്കേണ്ടത്. അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.